നമസ്കാരം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇനി മുതൽ പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശനാണ്. അതിൽ എന്നെപ്പോലുള്ള ആളുകൾക്ക് ഒരുപാട് സന്തോഷിക്കാനുണ്ട്. ഹൈന്ദവ സമൂഹത്തിലെ എണ്ണപ്പെട്ടൊരു വിഭാഗമാണ് ഈഴവ സമൂഹം. ആ ഈഴവ സമൂഹം അത് ഹിന്ദുക്കളല്ല, സിലോണിൽ നിന്ന് വന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ഹിന്ദു സമൂഹത്തെ എപ്പോഴും വിഘടിപ്പിച്ചു നിർത്താനുള്ള ശ്രമം നടത്തുന്ന ആളുകളുണ്ട്. ഈഴവ ക്രൈസ്തവ മുസ്ലിം ഐക്യം എന്ന് പറയുന്ന ഒരു തരം മതേതര അതൊരു കെണിയാണ് വാസ്തവത്തിൽ. ഇതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ ഹൈന്ദവ സമൂഹത്തെ പ്രാപ്തമാക്കിയ ഒരു മഹാനാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ശ്രീനാരായണ ഗുരുദേവനെ പലരും പറയും അദ്ദേഹം ഹിന്ദു സന്യാസിയല്ല എന്നൊക്കെ. അതിനും തൻ്റെ പ്രവൃത്തിയിലൂടെ മറുപടി കൊടുത്തവരാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഹൈന്ദവ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ അതിശക്തമാക്കി മാറ്റിയതിന് പുറകിൽ അദ്ദേഹത്തിൻ്റെ കരങ്ങളുണ്ട്. ഇവിടെ ആര് ഭരിച്ചാലും LDF ആണെങ്കിലും UDF ആണെങ്കിലും അവരുടെ വാലിൽ തൂങ്ങി നടക്കേണ്ടവരല്ല ഹിന്ദുക്കൾ എന്ന് പലപ്പോഴായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെറും വോട്ടുകുത്തികളായിട്ടുള്ള ഒരു സമൂഹമല്ല ഹൈന്ദവര്. ഏതായാലും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എല്ലാം കൊണ്ടും ഈ പത്മ പുരസ്കാരത്തിന് അനുയോജ്യനാണ്. അദ്ദേഹം അത് വലിയ രൂപത്തിൽ അർഹിക്കുന്നുമുണ്ട്. ഏതായാലും പിന്നാക്ക വിഭാഗങ്ങളെ അതിനെ ശാക്തീകരിക്കുന്ന പ്രവർത്തനത്തോടൊപ്പം തന്നെ ഹിന്ദു ഐക്യമെന്ന സ്വപ്ന സാക്ഷാത്കാരം അതിനും വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും അദ്ദേഹത്തിന് എല്ലാ പ്രവർത്തനത്തിനും ഈ പുരസ്കാര നേട്ടം അദ്ദേഹത്തിന് വലുതായിട്ടുള്ള കരുത്തു പകരട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമസ്കാരം. സഖാവ് VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ കൊടുത്തിരിക്കുകയാണ്. പത്മവിഭൂഷൺ എന്ന് പറഞ്ഞാൽ ഭാരതരത്നത്തിന് തൊട്ട് താഴെ പത്മ ബഹുമതികൾ അതിൻ്റെ അങ്ങേയറ്റം അതാണ് ഭാരതരത്നം, അതിൻ്റെ തൊട്ട് താഴെ. അഥവാ പത്മ ബഹുമതിയുടെ അങ്ങേയറ്റം ഭാരതരത്നം അതിനപ്പുറം നിൽക്കുന്ന മറ്റൊന്നാണ്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ജന്മം കൊണ്ടേ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരിക്കലും ഒരു സാഹചര്യത്തിലും അദ്ദേഹം BJP അനുകൂലിയായിട്ട് RSS അനുകൂലിയായിട്ട് അഥവാ സംഘപരിവാർ അനുകൂലിയായിട്ട് മനസ്സാ വജസ കർമ്മണ പ്രവർത്തിച്ചിട്ടുള്ള ആളല്ല. ഇപ്പോൾ അദ്ദേഹത്തിന് BJP സർക്കാർ പത്മവിഭൂഷൺ കൊടുത്തിരിക്കുകയാണ്. അത് ഇപ്പോൾ ഭരിക്കുന്നത് CPIM ആണ്. ആ CPM മാർക്സിസ്റ്റ് പാർട്ടി, അതല്ലെങ്കിൽ LDF അവരാരെങ്കിലും, അതല്ലെങ്കിൽ VS അച്യുതാനന്ദൻ്റെ കുടുംബം പണം കൊടുത്തു വാങ്ങിയതാണെന്ന് തോന്നുന്നുണ്ടോ? മമ്മൂട്ടി, നമ്മളെല്ലാവരും മമ്മൂക്ക, പ്രായത്തിന് വളരെ മൂത്താണെങ്കിലും ഇന്നലെ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള നടി ശാരദ അമ്മ വിളിച്ചത് മമ്മൂക്ക എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ പേരായിട്ട് മാറി. 101 വയസ്സുള്ള മുത്തശ്ശി ഇനി മമ്മൂക്ക എന്നാണ് വിളിക്കുന്നത്.
അരനൂറ്റാണ്ടായിട്ട് മലയാള സിനിമയിൽ അദ്ദേഹം മുടിചൂടാൻ മന്നനായിട്ട് വിരാജിക്കുകയാണ്. അദ്ദേഹം സിനിമാ ജീവിതം തുടങ്ങിയത് മുതൽ 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് പത്മ പുരസ്കാരങ്ങൾ, പത്മശ്രീയും പിന്നെ ഇപ്പോൾ കിട്ടിയ പത്മഭൂഷണും അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം സിനിമാ രംഗത്ത് വന്ന് 10-30 വർഷത്തോളം കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. അവരദ്ദേഹത്തെ പരിഗണിച്ചില്ല. പിന്നീട് ഇപ്പോൾ വന്ന് BJP പത്മശ്രീ, പത്മഭൂഷൺ കൊടുത്തു. മമ്മൂട്ടി ഒരു CPM സഹയാത്രികനാണ്. CPM മെമ്പറാണോ എന്നെനിക്കറിയില്ല. CPM സഹയാത്രികനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ആയിട്ടുള്ള ദുൽഖർ, അദ്ദേഹവും ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ഒരാളാണ്. ഒരു CPM സഹയാത്രികൻ തന്നെയാണ്. ദാറ്റ് മീൻസ് അവർക്കിപ്പോൾ ഈ അവാർഡ് കൊടുത്തിട്ടുള്ളത്, മമ്മൂക്കയ്ക്ക് ഈ അവാർഡ് കൊടുത്തിട്ടുള്ളത്, പത്മഭൂഷൺ അവാർഡ് കൊടുത്തത് മെറിറ്റ് നോക്കിയിട്ടാണെന്ന് അർത്ഥം. അതല്ലാതെ ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ല. മമ്മൂട്ടിയും പണം കൊടുത്തു വാങ്ങിച്ചതല്ല ആണെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റൂ? എനിക്ക് തോന്നുന്നില്ല. ഇനി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, ഇപ്പോൾ പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശൻ, SNDP എന്നതിൻ്റെ പര്യായ പദമാണ് വെള്ളാപ്പള്ളി. SNDPയുടെ തലപ്പത്ത് അദ്ദേഹം കയറുന്ന സമയത്ത് കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിയാത്ത വിധത്തില് താണുകിടക്കുകയായിരുന്നു SNDP. പിന്നീട് വെള്ളാപ്പള്ളി നടേശൻ വന്നു, ഒരു ഇലക്ഷൻ നടന്നു. എല്ലാ പ്രാവശ്യവും അദ്ദേഹം തന്നെ SNDPയുടെ പ്രീമിയറായിട്ട് രംഗത്ത് വന്നു. അതിന് കാരണം SNDPക്ക് വലിയൊരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്തു. സാമൂഹ്യമായിട്ടും രാജനീതിപരമായിട്ടും സാമ്പത്തികമായിട്ടും വലിയൊരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തു. അത് കേരളത്തിൽ മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ തിരുവാങ്കൂർ മേഖലയിൽ മാത്രമാണ് ഈ SNDPയുടെ ഫുൾ ഫോം തന്നെ അറിയുന്ന ആളുകളുണ്ടായിരുന്നത്. വടക്കു ഭാഗത്ത് ആരും അറിയില്ല. എൻ്റെ നാട്ടിൽ ഒരിക്കൽ നടന്ന ഒരു ചെറിയൊരു യോഗം, ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചാണ് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു SNDPയുടെ ശാഖാരൂപീകരണമോ മറ്റോ ആണെന്ന് എനിക്കറിയില്ല, അപ്പം ഓർക്കുന്നില്ല. അന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ അവദാനങ്ങളെ വാഴ്ത്തിയിട്ട് അവിടെയുള്ള ഒരാൾ അതിനെ സംസാരിച്ചു. എവിടുന്നോ വന്ന ആളാണ് സംസാരിച്ചു. ഇപ്പം ഞങ്ങളൊക്കെ അത് കേൾക്കാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അത് വായനശാലയുടെ ഒരു പറമ്പുണ്ട് അവിടെ. ആ പറമ്പിൽ വെച്ചിട്ടാണ് ഒരു മേശയിട്ട് അദ്ദേഹം മൈക്കൊന്നുമില്ലാതെയാണ് സംസാരിച്ചത്. സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഈഴവ പ്രമാണി, അദ്ദേഹത്തിൻ്റെ പേര് രാഘവൻ എന്നാണ്, മാപ്രാണത്ത് രാഘവൻ എന്നാണ് പേര്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ല അപ്പൊ ഈ പ്രസംഗിച്ച ആളോട് ചോദിക്കണേ, അല്ല ഈ ഗുരുദേവനെ ഇപ്പം എവിടെ പോയാലാ കാണാൻ പറ്റുക? അഡ്രസ്സ് ഉണ്ടോന്ന്, അല്ലെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടോന്ന്? ഇത് സംഭവിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-50 വർഷമേ ആയിട്ടുള്ളൂ. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ആരാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃശ്ശൂരിലുള്ള ആൾക്കാർക്ക് പോലും അറിയില്ല, ഈഴവന്മാർക്ക് പോലും അറിയില്ല. അവിടെ നിന്നാണ് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഗുരുദേവൻ്റെ ചരിത്രം, ഗുരുദേവൻ്റെ പ്രവർത്തനങ്ങൾ, ഗുരുദേവൻ എന്ന രൂപം അതിനെ വലിയ രൂപത്തിൽ പ്രസരിപ്പിച്ചു. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് പുറത്തും ലോകത്തെമ്പാടും SNDP ശാഖകളുണ്ട്. ആയിരക്കണക്കിന് ശാഖകൾ ഉണ്ടാക്കി. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന നേതാവാണ്, നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്തോ ആകട്ടെ, ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു നേതാവാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും.
പലരും പറയും വെള്ളാപ്പള്ളി അത് ഞങ്ങളുടെ നേതാവിന്, അതെപ്പോഴും പറയും ലോകമെമ്പാടും അറിയപ്പെടുന്ന എന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ച് എപ്പോഴും ഒരാളുടെ പേര് പറഞ്ഞാൽ ഞാൻ മടുത്തൊരു പറയുന്നില്ല. അയാളെ ചാലക്കുടിയിൽ പോയി അറിയൂ, അയാളെ കുണ്ടന്നൂർ പോയി അറിയൂ, ആ ഒരു വർഗം മാത്രമേ അറിയുള്ളൂ. പക്ഷെ വെള്ളാപ്പള്ളിയെ സ്ഥിതി അതല്ല. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുമായിട്ടുള്ള ആളുകൾ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. എല്ലാവരും അദ്ദേഹത്തെ അറിയും. കേരളത്തിലെ പ്രബലമായിട്ടുള്ള സമുദായത്തിൻ്റെ കണ്ണും കരളുമാണ് വെള്ളാപ്പള്ളി, ഈഴവ സമൂഹത്തിൻ്റെ. അതിന് മാറിയിരിക്കുന്ന 1, 2, 3, 10, 50, 100 ആൾക്കാർ ഇല്ല എന്നുള്ളതല്ല. പക്ഷേ അതിൻ്റെ എണ്ണം വളരെ കുറവാണ്. വിരലിൽ എണ്ണാവുന്ന എണ്ണം അത്ര മാത്രമേ ഉള്ളൂ. നവോത്ഥാന കേരളം ഇന്നലെ എന്നോണം വരെ UP-യിലും ഒറീസയിലും അതുപോലെ തന്നെ ബീഹാറിലൊക്കെയുള്ള പോലെ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ജനങ്ങളെ പല തട്ടുകളാക്കി തിരിച്ചിരിക്കുന്നു. അതിൽ താഴെ തട്ടിന് മൃഗത്തിൻ്റെ വില പോലുമില്ല. ഇന്ന് നമ്മുടെ നടമാടുന്നുണ്ട്. സാംസ്കാരികമായിട്ട് ഭൂമിയുടെ നിരപ്പിൽ നിന്ന് മേലെ വരാത്ത ആളുകളാണ്. ബീഹാറിൽ നിന്ന് പല ആൾക്കാരും ബോംബെയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരിവിടെ വന്ന് 3-4 വർഷം കഴിയുമ്പോൾ വീട്ടിൽ തിരിച്ചു പോയി ചെല്ലുക. അവിടെ തിരിച്ചു വരുമ്പോൾ അവർക്ക് വലിയ സന്തോഷം. കാരണം അവരെ ഭാര്യ 2 or 3 പ്രസവിച്ചിട്ടുണ്ടാവും. അതെങ്ങനെയാ? ബോംബെയിലുള്ള സമയത്ത് വർഷം അദ്ദേഹം ലഡ്ഡു കൊണ്ടുവന്ന് അവിടെ എല്ലാവർക്കും വിതരണം ചെയ്യും. ഏക്കിയാഹേ ലഡ്ഡു എന്തിനാ തരുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും എൻ്റെ ഭാര്യ പ്രസവിച്ചു എന്ന്. അപ്പം നീ ഇവിടെയല്ലേ? മേരെ ബായ് ഉതറേ, എൻ്റെ സഹോദരൻ അവിടെയുണ്ട്. അതല്ലെങ്കിൽ മേരെ ബാപ്പ് ഉതറേ, എൻ്റെ അച്ഛൻ അവിടെയുണ്ട്. ഇതാണ് അവിടുത്തെ സ്ഥിതി. എന്നും മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചു എന്നറിയാത്ത ആളുകളുള്ള സ്ഥലമാണ് ബീഹാറുമെല്ലാം. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്നത്തെ കേരളത്തെ വാർത്ത്, ഇന്നത്തെ കേരളത്തെ ഈ രീതിയിൽ കടലിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നു പറയാം. താഴ്ന്നു പോയ അവസ്ഥയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന്, താഴ്ന്നു പോയ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ദൃഷ്ടിയിൽ പോലും പെട്ടുകൂടാത്ത ആളുകൾ വേറെ. സാക്ഷാൽ മഹാത്മാഗാന്ധി വന്ന സമയത്ത് വൈക്കത്തുള്ള ഇണ്ടന്തുരുത്തി മനയിൽ പുറത്തിരിക്കാൻ പറഞ്ഞതാ. കാരണം അദ്ദേഹം കടൽ കടന്നുപോയി എന്ന് പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ അവിടെ AITCൻ്റെ കളർഷാപ്പാ. അപ്പം ഏതായാലും കേരളത്തിൽ ഇന്ന് വരെ എത്തി നിൽക്കുന്നു നവോത്ഥാന കേരളം. ഏതായാലും വഴിമാറണമെന്ന് പറയില്ല. വരുന്ന സമയത്ത് ഓ ഓ എന്നുള്ള ശബ്ദവും പുറപ്പെടുവിക്കില്ല. എന്നിട്ടും മുഴുവനായിട്ടില്ല. ഒരു കൂട്ടം പൂടോൽധാരികൾക്ക് സംവരണം ചെയ്തു വെച്ചിരിക്കുന്ന ശ്രീകോവിലുകൾ കേരളത്തിലെ 40,000 ക്ഷേത്രങ്ങളിൽ. അതുകൂടി മാറേണ്ടതുണ്ട്. ഏതായാലും ഈ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ ഒരിക്കൽ പോലും ഒരു പ്രോ BJP ആളായിരുന്നിട്ടില്ല. അദ്ദേഹം ഒരിക്കലും BJPയോട് ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടില്ല. അതുപോലെ തന്നെ RSSനോടും അദ്ദേഹത്തിന് യാതൊരു ആനുകൂല്യവും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ BJPയുടെ ഒരു സഖ്യകക്ഷിയാണ്. മകൻ വേറെ, അച്ഛൻ വേറെ. അതൊക്കെ വീടിനകത്താണ്. രാഷ്ട്രീയ ചിന്തകൾ വ്യത്യാസം ഉണ്ടാവില്ല. KR ഗൗരി CPM ആയിരുന്നു. അവരുടെ ഭർത്താവ് TV തോമസ് CPI ആയിരുന്നു. ഏതായാലും അവിടെ ഇങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശന് ഈ പുരസ്കാരം കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തിൻ്റെ പേരിലാണ്? രാഷ്ട്രീയത്തിൻ്റെ പേരിലാണോ? മെറിറ്റിൻ്റെ പേരിലാണ്, അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം കൊടുത്തത്. ആർജവത്തോടുകൂടി കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നു എന്നുള്ളതാണ് വെള്ളാപ്പള്ളിയുടെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയാം. ഗുണവും അത് തന്നെ. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് അവഹേളനങ്ങൾ, അധിക്ഷേപങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് പുതുമയുള്ള കാര്യങ്ങളല്ല. ആക്ഷേപങ്ങളുടെയും അധിക്ഷേപങ്ങളുടെയും അവഹേളനങ്ങളുടെയൊക്കെ കൂരമ്പുകൾ വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ മാറും. ഇപ്പുറത്തെ കൂടെ വരുമ്പോൾ ഇങ്ങനെ മാറും. അതതിൻ്റെ വഴിക്ക് പോകും. നെടുനീളെ വളരുന്ന നെടുങ്കൻ മരങ്ങളുണ്ട്. അതിനാണ് ആദ്യം ആൾക്കാരെ വെട്ടി വീഴ്ത്താൻ ഇഷ്ടപ്പെടുക. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ നേരെ അസ്ത്രപ്രയോഗം നടത്തുന്നത്. വളവും ചെരിവും കൂനൊക്കെയുള്ള
മരമാരും വെട്ടിക്കൊണ്ടുപോകില്ലല്ലോ, അതുവരെ കത്തിക്കാനാ കൊണ്ടുപോവുക. അത് ഉണങ്ങി തീരുന്ന സമയത്ത് വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ. ആര് ഏത് രീതിയിൽ അദ്ദേഹത്തിന് വഴി തടയാൻ നോക്കിക്കഴിഞ്ഞാലും വെട്ടിവീഴ്ത്താൻ നോക്കിക്കഴിഞ്ഞാലും അതവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട് നെടുങ്കൻ മരമായിട്ട്, കരി വീട്ടിയായിട്ട് നെടുനീളെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ എയറിലാക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. അവരാണ് ഇപ്പം എയറിൽ കയറിയത്. വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ. പത്മഭൂഷന് മേലെ ഇനി പത്മവിഭൂഷൺ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. ഭാരതരത്നം വേറെയാണ്, അത് പത്മ ബഹുമതിയല്ല. ഏതായാലും അദ്ദേഹം അത് ഡൽഹിയിൽ പോയിട്ട് വാങ്ങും കേട്ടോ. ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് എന്നീ വിഭാഗങ്ങളുടെ വീട്ടിലെ കാവൽപ്പട്ടിയായിട്ട് നിലയുറപ്പിച്ചിട്ടുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സവർക്കർ, ആ കുലംകുത്തി, ഹിന്ദുവിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കുത്തുന്ന കുലംകുത്തി, അയാളുടെ അഹമ്മതി ഒന്നടങ്ങിയിട്ടുണ്ട്. തൻ്റെ ഇടമുള്ളവനാണ് വെള്ളാപ്പള്ളി. പല രാഷ്ട്രീയ നേതാക്കളും ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ അസൂയ പൗഷന്യം പോലുള്ള ആൾക്കാർ ഇപ്പം എന്താ പറയുന്നത് അറിയാമോ? കേരളത്തിലുള്ള പലർക്കും പത്മ ബഹുമതി കിട്ടി, അഭിനന്ദനങ്ങൾ. വെള്ളാപ്പള്ളി നടേശന് ഈ അവാർഡ് കിട്ടിയില്ലായിരുന്നെങ്കിൽ അവരെടുത്തു പറഞ്ഞത് VS അച്യുതാനന്ദന് കിട്ടി, മമ്മൂട്ടിക്ക് കിട്ടി, ഭീമരാമേനോന് കിട്ടി, എടുത്തെടുത്ത് അഭിനന്ദനം പറഞ്ഞത്. ഇപ്പോൾ അതിൽ പറ്റുന്നില്ല. അവരെ കിട്ടി പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പറയണ്ട. അപ്പോൾ മൊത്തത്തിൽ മൊത്തം ടോട്ടലായിട്ട് കേരളത്തിലുള്ള പലർക്കും പത്മ ബഹുമതി കിട്ടി. വളരെ നല്ല കാര്യം. സതീശനൊന്നും വായ തുറക്കാൻ പറ്റുന്നില്ല. അയാളുടെ തപ്പിത്തുള്ള തുറക്കാൻ അയാൾക്ക് ഇപ്പം മടിയാണ്. കാരണം എന്താ? വെള്ളാപ്പള്ളിയുടെ പേര് പറയേണ്ടി വരും. അല്ലെങ്കിൽ പത്മ ബഹുമതിയെ അതിനെ തിരസ്കരിച്ച് സംസാരിക്കേണ്ടി വരും. അത് RSകാർക്ക് ഇഷ്ടപ്പെടില്ല. RSകാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും VD സവർക്കർ ചെയ്യില്ലല്ലോ. തൻ്റെ ഇടമുള്ളവനാണ് വെള്ളാപ്പള്ളി. ആണും പെണ്ണും കെട്ട ഭാവം, അഥവാ അതിന് ഏറ്റവും വലിയ ഉദാഹരണം മതേതറ എന്ന മതേതര ഭാവം. അത് തലച്ചുമടായിട്ട് കൊണ്ട് നടക്കുന്നവരാണ് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും. ഒരു മുസ്ലിമായിട്ടൊരാളോട് ഞാൻ ചോദിക്കുകയാണ്, എന്താ പേര്? എൻ്റെ പേര് ബാബു എന്നാണ്. അദ്ദേഹം എന്താണ്, എന്ത് മതസ്ഥനാണ്? ഞാൻ മുസ്ലിമാണ്. ഒരു ക്രിസ്ത്യാനി ചോദിക്കുക, നിങ്ങളുടെ മതം എന്താണ്? ഞാൻ ക്രൈസ്തവരാണ്. ഇവിടെ പല ഹിന്ദുക്കളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞാൻ അങ്ങനെ ജാതി മതത്തിനും പെട്ട ആളല്ല. അവർക്ക് പറയാൻ മടിയാണ്. ഞങ്ങളിലില്ല ഹിന്ദു രക്തം എന്ന് പറയുന്ന ഹിന്ദുക്കൾ മാത്രമാണ്, ക്രൈസ്തവനെന്ന് പറയില്ല. അതാണ് മതേതരത്വ ഭാവം. ഹിന്ദു വർഗത്തിലുള്ള മഹാഭൂരിപക്ഷത്തെയും ഇമ്പോർട്ടൻ്റുകളാക്കി മാറ്റി, ഷണ്ടന്മാരാക്കി മാറ്റി. ആ മതേതരത്വവും തലച്ചുമടായിട്ട് തലയിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. മറ്റുള്ള സമൂഹങ്ങൾ അവരെ തലയിൽ കൊണ്ട് വെച്ചിരിക്കുക, അത് നീ തലയിൽ വെച്ചുകൊണ്ട് നടന്നത് പറഞ്ഞ്. ഏതായാലും ഞങ്ങളിലുള്ളത് ഹിന്ദു രക്തം എന്നത് വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാക്കി കൊടുത്ത വെള്ളാപ്പള്ളി, അദ്ദേഹത്തെ ഇപ്പോൾ ആദരിച്ചതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും തള്ളിപ്പറയുന്നവരിപ്പോൾ മിണ്ടുന്നില്ല, ഏറ്റവും കുറച്ച് മിണ്ടുന്നില്ല. മറ്റു പലരും അദ്ദേഹത്തെ ആ പുരസ്കാരത്തിൻ്റെ നേട്ടത്തിൽ അഭിനന്ദനം കൊണ്ട് മൂടുകയാണ്. ഒരിക്കൽ പിന്നാക്ക വിഭാഗമായിരുന്ന ഈഴവരെ അദ്ദേഹം ശാക്തീകരിച്ചു, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇന്നിപ്പോ ഈഴവ സമൂഹം വെള്ളാപ്പള്ളി എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടാണ് LDF ആയാലും UDF ആണെങ്കിലും അവിടെ കാര്യങ്ങൾ നീക്കുന്നത്. പണ്ട് അതുണ്ടായിരുന്നില്ല. പണ്ട് പാണക്കാട്ടുകാരെന്ത് പറയുന്നു, KCBC എന്ത് പറയുന്നു, പാലാ ദേവലോക മരമന എന്ത് പറയുന്നു. ഇപ്പോൾ അതല്ല. വെള്ളാപ്പള്ളി എന്ത് പറയുന്നു, സുകുമാരൻ നായർ എന്ത് പറയുന്നു. അത് നോക്കേണ്ടത് അവരുടെ ഗതികേടാണ്. പക്ഷെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അത് അന്തസ്സിൻ്റെ
അന്തസ്സിൻ്റെ ഒരു ഒരു മഹാമലയായിട്ട് മാറിയിരിക്കുകയാണ് ഈ രണ്ട് സമൂഹങ്ങളും അതിൻ്റെ നേതാക്കന്മാരും. ഏതായാലും പിന്നാക്ക വിഭാഗമായിരുന്ന ഈഴവർക്ക് അവർക്ക് തലപ്പൊക്കമുണ്ടാക്കി കൊടുത്തത്, അവരെ തലയിൽ നവോത്ഥാനത്തിൻ്റെ അഗ്നി പടർത്തിയത്, അതുപോലെ അപ്പുറത്തെ സുകുമാരൻ നായരും. ഇനി ഇവർ രണ്ടുപേരും ചേർന്ന് ഹൈന്ദവ ഭാവങ്ങളെ ശാക്തീകരിക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ്. അതൊരു സമരമാണ്, കാരണം ശത്രുക്കളുണ്ട്. ആയതുകൊണ്ട് അതൊരു യുദ്ധം തന്നെയാണത്. അക്കാര്യത്തിന് ഈ പത്മഭൂഷൺ ബഹുമതി അദ്ദേഹത്തിന് വലിയൊരു കരുത്തായിട്ട് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മമ്മൂട്ടിക്കും BSനും പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചു. വളരെ സന്തോഷമുണ്ട് എനിക്ക്, നിങ്ങൾക്കും സന്തോഷമുണ്ടാകും. എന്നാൽ ശ്രീ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ ലഭിച്ചപ്പോൾ എനിക്കുണ്ടായത് വെറും സന്തോഷമല്ല, ആത്മാനന്ദമാണ്. കാരണം കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് 57% ഉണ്ടായിട്ട് പോലും ഇത്ര നാളും പാർശ്വവൽക്കരിക്കപ്പെടാനായിരുന്നു അതിൻ്റെ വിധി. ആ അവസ്ഥയിൽ നിന്ന് ഉണരാനും ഉയരാനും, നാടൻ ഭാഷ പറഞ്ഞാൽ മുണ്ടും മടക്കി കുത്താനും മുഷ്ടി ചുരുട്ടിക്കാണിക്കാനും, വേണ്ടി വന്നാൽ നാക്ക് കടിച്ചു പിടിച്ച് എതിർക്കാനും വരുന്നവരെ ഭയപ്പെടുത്താനും ഹൈന്ദവരെ പഠിപ്പിച്ചത് വെള്ളാപ്പള്ളി തന്നെയാണ്. മണ്ടന്തരിക്ക് മുണ്ടന്തരി പറയാനും മടിക്കേണ്ടതില്ല എന്ന് പഠിപ്പിച്ചതും വെള്ളാപ്പള്ളി തന്നെയാണ്. ഇന്നലെ എന്നോണം വരെ എനിക്ക് ഹിന്ദുവെന്നും ഹൈന്ദവം എന്ന് കേൾക്കുന്നത് പുച്ഛമായിരുന്നു. സങ്കടം കൊണ്ടാണത്. വാനും ചുരുട്ടി നടക്കുന്ന മതേതര ഹിന്ദുവിനെ കാണുമ്പോഴുണ്ടാകുന്ന സങ്കടത്തിൽ നിന്ന് അമർഷം, ആ അമർഷത്തിൽ നിന്ന് പുച്ഛം, അതായിരുന്നു എൻ്റെ ഭാവം. ഇന്നിപ്പോ ഞാൻ 6 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഫേസ്ബുക്കിനകത്തിട്ട്, യൂട്യൂബിനകത്ത് തോന്നുന്നുണ്ട്, ഇട്ടൊരു വീഡിയോ ഉണ്ട്. ആദ്യമായിട്ട് സ്വയം നില ഉയർത്താൻ കഴിയാത്ത ഹിന്ദുക്കൾ, സ്വയം നന്നാവാൻ കഴിയാത്ത ഹിന്ദുക്കൾ പോയി തൂങ്ങിച്ചാവിനെന്ന് പറഞ്ഞാണ് ആദ്യം ഇട്ടത്. അതെൻ്റെ ആത്മരോഷമായിരുന്നു. ഞാൻ ഉൾപ്പെടുന്ന സമൂഹം എപ്പോഴും കുനിഞ്ഞു നടക്കുന്നു, തിര്യക്കുകളെ പോലെ താഴ്ത്തു നോക്കി നടക്കുന്നു. അവർക്ക് തലപ്പൊക്കം ഉണ്ടാക്കാൻ കഴിയാഞ്ഞിട്ടല്ല, അതിനാവശ്യമില്ലെന്ന് അവർ സ്വയം കരുതിയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് അവരോട് പുച്ഛമായിരുന്നു വാസ്തവത്തിൽ. പക്ഷെ ഇന്നിപ്പോൾ അഭിമാനം തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം NSSന്റെ സുകുമാരൻ നായരും SNDPയുടെ പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശനും അവരുയർത്തിയ പ്രതിരോധ ശൈലി, അവരുയർത്തിയ അല്പാൽപ്പം ആക്രമണ ശൈലി, ഏതായാലും ഞാൻ സ്വപ്നം കാണുന്ന ഹിന്ദുയിസം അതായിരുന്നു. ഞാനിപ്പോൾ സന്തോഷവാനാണ്, സന്തോഷത്തിമർപ്പിലാണ് ഞാൻ. ആരും കാണാതെ ഞാൻ എൻ്റെ വീടിനകത്ത് നിന്ന് തുള്ളിച്ചാടുകയാണ്. നമസ്കാരം.